അങ്ങനെ സിനിമകളൊക്കെ കാണുന്ന ആളാണ്, മലയാള സിനിമകളൊക്കെ കാണുന്നതാണ്. അങ്ങനെ മലയാള സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് പറയാൻ പറ്റും? അത് അങ്ങയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഫലിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടോ? അല്ല, മലയാള സിനിമയിൽ ധാരാളം കഥാപാത്രങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നവരായിട്ടുണ്ടല്ലോ. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രം അങ്ങയുടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്നിട്ട് ആ മെഡിക്കൽ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത് അമൃതം ഗമയ MT എഴുതിയത് അല്ലേ? ഹരിഹരൻ. അതെ, ഹരിഹരൻ. അപ്പോ അതിനകത്ത് പിന്നെ നിങ്ങളാണ് ആ പിന്നെ ഇതായിട്ട് വരുന്നത്. അപ്പോ അവിടെ മാതൃകാ ഡോക്ടറായിട്ടാണ് പിന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പിന്നെ അവരിങ്ങനെ മുഖവിലക്കെടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒരു നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ, മോഹൻലാൽ സിനിമകളിൽ അങ്ങേക്ക് ഏത് കഥാപാത്രത്തിനോടാണ് താല്പര്യം? ഇപ്പൊ അത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയത്. ഇതൊരു ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ഇല്ല. പക്ഷെ ചില രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ താരതമ്യപ്പെടുത്താറുണ്ട്, ഓർക്കാറുണ്ട്. ഇതൊരു ഒരു സിനിമയിൽ അഭിനയിക്കാൻ അങ്ങേക്ക് ഒരു ക്ഷണം വന്നാല് എന്ത് തരത്തിലുള്ള റോളുകൾ ചെയ്യാനായിരിക്കും ഇഷ്ടം? അല്ല, അതിന്റെ കാലം കഴിഞ്ഞല്ലേ. ഇനിയിപ്പോ അതിന്റെ കാലം കഴിഞ്ഞല്ലോ. അത് ഇതിനു മുമ്പായി കുറച്ചുകൂടെ മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോ ഇപ്പൊ ആകെ പറ്റുന്ന റോളൊന്നല്ലേ ഉള്ളൂ. പ്രായമുള്ള ഒരാളുടെ റോൾ അതല്ലേ പറ്റും. അതായത് ഇപ്പൊ ഞാൻ എന്നോട് അല്ലെങ്കിൽ മമ്മൂട്ടി കമലഹാസനോടൊക്കെ അങ്ങേക്ക് നല്ല സൗഹൃദമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റെയാണ്. അങ്ങേക്ക് കൂടുതൽ രജനീകാന്തിന് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അതൊരു ഘട്ടത്തിൽ അതായിരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം നമ്മുടെ ടിവികളില് സിനിമകൾ ഇങ്ങനെ വരുന്ന കാലത്ത് KTV, അതെ, അപ്പൊ ആ കാലത്ത് അതില് ധാരാളം രജനി പടങ്ങള് വരാറുണ്ട്. അതും ആക്ഷൻ സിനിമകൾ. ആക്ഷൻ പടങ്ങൾ പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങയുടെ ആക്ഷൻ പടങ്ങൾ ഞാൻ ധാരാളം പിന്നെ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും നിങ്ങളുമായിട്ടെല്ലാമുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ ഈ പടങ്ങളോട് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിരുന്നു, പുള്ളിയുടെ ഒരു രീതികളോട്. അതെ, അതാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് അതൊരു ആക്ഷൻ സീനിനോടുള്ള താല്പര്യമാണ്. ഞാൻ നേരത്തെ പറയുകയായി, ഷണ്ട സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് സർ. ഈ സിനിമയില് ചിലപ്പോഴൊക്കെ പോലീസ് മർദ്ദനത്തിന് വിധേയനാകുന്ന കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്യാമറയ്ക്ക് മുന്നിലുള്ള അനുഭവമാണ്. പക്ഷെ ജീവിതത്തില് അത് ഒരുപാട് നേരിട്ട ഒരാളെന്ന നിലയ്ക്ക് അടിയന്തരാവസ്ഥ കാലത്ത് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനം, ലോക്കപ്പിലെ ആ ഭീകരമായ രാത്രികൾ, പിന്നീട് ജയിൽവാസം, ഇതെല്ലാം ശേഷം ആ ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ അങ്ങ് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. ആ ഷർട്ട് അന്ന് അങ്ങ് ഇന്ന് സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ എന്റെ കയ്യിലില്ല. പക്ഷെ അതുവരെ ഞാൻ സൂക്ഷിച്ചിരുന്നു. അതൊക്കെ ഒരു പ്രത്യേക അനുഭവത്തിലുള്ളതാണല്ലോ. നമ്മളെ ലോക്കപ്പില് ഞാനന്ന് ചെറുപ്പമാണ്, അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ നമ്മുടെ അടിച്ച് തോല് പിടിക്കുക എന്ന് പറയുന്നില്ലേ, എന്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. ഈ അടി കൊണ്ടിട്ട് നീര് കെട്ടിയിട്ട് അതിന്റെ ആ തൊലി പോയിട്ട് വേറെ തൊലി വന്നിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിലുള്ളതായിരുന്നു തല്ല്. പിന്നെ ഈ ഒരു മിന്നലിങ്ങനെ വരും. ഈ അടി ഈ ഭാഗത്തൊക്കെ കൊണ്ടാല് കണ്ണില് ഒരു മിന്നുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെയുള്ള തല്ലായിരുന്നു അത് വളരെ വളരെ കടുത്ത മർദ്ദനായിരുന്നു. അല്ല, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായി ഭരണം നടത്തുമ്പോൾ അന്ന് പോലീസ് മർദ്ദനമേറ്റ് കിടന്ന 28-29 വയസ്സുകാരൻ ഓർമ്മയിൽ വരാറുണ്ടോ? കാര്യം ശരീരത്തിലെ മുറിവിനേക്കാൾ വലിയ പോറലുകൾ അന്ന് മനസ്സിലേറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ മാനസികാവസ്ഥ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കപ്പിലുള്ള മർദ്ദനത്തോട് ഒരു ദയയും കാണിക്കാറില്ല. അത്തരം ഉദ്യോഗസ്ഥരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകാറ്. ഏതെങ്കിലും തരത്തിൽ
ഒരു ലോക്കപ്പ് മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നൊരു കേസ് വന്നാൽ നമ്മളത് ഇവിടെ പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള നില തന്നെ എടുത്തിരിക്കുക. അത് ഉടനെ CBIക്ക് കൊണ്ടുവന്നതാണ്. കാരണം ഇവിടുത്തെ ഏജൻസി തന്നെ അന്വേഷിക്കാൻ പാടില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് ആ നില തന്നെ സ്വീകരിച്ചു പോവുകയാണ്. അതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. അത് നിസ്സഹായരായ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണെങ്കിലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇന്ന് നേരിടുന്ന ഒരു ദുരവസ്ഥ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വ്യാജ ആരോപണങ്ങളും നേരിടേണ്ടി വരുന്നു എന്നതാണ്. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും ഒക്കെ ഉണ്ട്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ അങ്ങ് ഒരുപാട് നേരിട്ടിട്ടുമുണ്ട്. ഇങ്ങനെ പതരാതെ നേരിടാൻ പ്രാപ്തനാക്കിയത് അങ്ങയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണോ, അത് മറ്റു ജീവിതാനുഭവങ്ങളാണോ? അത് നമ്മുടെ മനസ്സെപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകരുത്. നിങ്ങളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിന്റെ ഭാഗമായുള്ള എന്തെങ്കിലും ഒരു അംശത്തിന്റെ പങ്കാളിത്തം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം വരും. ഒന്നുമില്ലാത്തൊരു കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊരു ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കും. ഇപ്പോ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഒരു ഘട്ടത്തില് കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ പേരിലുള്ളതാണെന്ന് വന്നിരുന്നു. ഒരു വീട് തന്നെ കാണിച്ചുകൊണ്ട് അത് എൻ്റെ വീടാണ് എന്ന്, മറ്റൊരാളുടെ വീട് എൻ്റെ വീടാണെന്ന് കാണിച്ചുകൊണ്ട് വാർത്തകൾ വന്നു. ആ വീട്ടുടമ തന്നെയാണ് എന്നെ അറിയിക്കുന്നത്, ഇതെന്റെ വീടാണ്, നിങ്ങളുടെ വീടല്ല. ഇങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത്. പിന്നെ സിംഗപ്പൂര് കമല ഇന്റർനാഷണൽ, അങ്ങനെ ഒരു കമ്പനിയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ. അപ്പോ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഒരു തരത്തിലും ബാധിക്കേണ്ട കാര്യമില്ല. അതിന് എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നത്, തെറ്റുകൾ നമ്മൾ ചെയ്യരുത്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇതേവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എനിക്ക് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, മുൻപ് അന്ന് ഞാൻ മന്ത്രിയൊന്നുമല്ല, ഞാൻ പിന്നെ പാർട്ടിയുടെ ഒരു പ്രധാനിയായിട്ട് നിൽക്കുന്ന കാലമാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ വേണം. ഒരാളുടെ മകനാണ്, പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നു. ഞാനത് ബന്ധപ്പെട്ട ആളെടുത്ത് പറഞ്ഞു, കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇടക്ക് നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇത് വരുന്നത്. ഇദ്ദേഹമാണെങ്കിൽ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. എനിക്ക് വീട്ടിലെത്താൻ വേണ്ടി ചിലപ്പോൾ പുഴ കടന്നു പോകണം. ഇപ്പൊ രാത്രി ചിലപ്പോൾ 11 മണി വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തെ പോയി വിളിച്ചിട്ട്, ഇദ്ദേഹമാണ് തോണി എന്നാണ് നമ്മൾ പറയുക, വഞ്ചിക്ക്, ആ തോണിയിൽ ഇങ്ങോട്ട് കടത്തുന്നത്. അങ്ങനെ ബന്ധമുള്ള ഒരാളാണ്. ചെറുപ്പം മുതലേ എന്നെ അറിയുന്ന ആളാണ്. പക്ഷെ ഒരു 2-3 തവണ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു ദിവസം എന്നോട് പറയാണ്, അല്ല ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യേണ്ടതുണ്ടെങ്കിലും ചെയ്യാം എന്ന് പറയും. അപ്പൊ എനിക്കത് പെട്ടെന്ന് എനിക്ക് മറ്റൊരു തോന്നലും ഉണ്ടാകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ഞാൻ മറ്റെന്തെങ്കിലും വീണ്ടും പറഞ്ഞപ്പോ എനിക്കൊരു സംശയമായി. എന്താ നിങ്ങൾ പൈസയായിട്ടാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചേ? അതെ. അപ്പൊ ഞാൻ കുറെ കൂടി മാറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ നിർത്താം, എഴുന്നേറ്റ് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അത് അത്രയും ഞാനിപ്പോ നിങ്ങളോട് പറയുന്നുള്ളൂ. മറ്റൊന്നും നിങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളിപ്പോ ഇറങ്ങിക്കോളൂ. അപ്പൊ പിന്നെ അദ്ദേഹം പോയി അവിടെയുള്ള ആൾക്കാരോട് എനിക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയി, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എനിക്ക് പിന്നെയും വിരോധമില്ല. പിന്നെ ആ പാവത്തിന്റെ മകന് പിന്നെ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്തു. ഒരു കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലൊരു ധാരണ. ഇത് ഇങ്ങനെ നമ്മളെ ചെറുപ്പത്തിലെ അറിയുന്ന ആൾക്ക് പോലും ഇങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ. അത് നാടിന്റെ ഒരു രീതിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കാൻ അന്നും കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും കഴിയുന്നുണ്ട്, നാളെയും അതിന് മാറ്റം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പൂർണ്ണ ബോധ്യം. അങ്ങ് ജീവിതത്തിൽ ഏറ്റവും എപ്പോഴെങ്കിലും ഒരു കരഞ്ഞു പോയ സന്ദർഭമുണ്ടോ? അമ്മയുടെ മരണം അതല്ലാതെ? അത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച സംഭവങ്ങൾ ധാരാളമുണ്ട്. അത് വേദനിപ്പിച്ച ധാരാളം സംഭവങ്ങളുണ്ട്. ഇപ്പോ ഏറ്റവും അധികം
വിഷമം തോന്നുന്നത് നമ്മുടെ ഒന്നിച്ചുള്ളവരും നമ്മളെ വിട്ടുപിരിയുമ്പോൾ, നമുക്ക് ശേഷം വിട്ടുപിരിയേണ്ടവരാണെന്ന് കരുതുന്നവർ വിട്ടുപിരിയുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ. അതിപ്പോ പരസ്യമായിട്ട് തന്നെ പ്രകടമായതാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ആ അനുശോചന യോഗത്തിൽ സംസാരിക്കാൻ, ആ സംസാരം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങേക്ക് ജീവിതത്തിന് എന്തിനെങ്കിലും ഭയമുണ്ടോ? ഭയം എന്നത് ആ തരത്തിലില്ല. പക്ഷെ പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് തരത്തിലുള്ള ഭയം എന്നെ അധികം ബാധിക്കാറില്ല. ജീവിതത്തിലെ എന്തിന്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാല്, എൻ്റെ ഒരു കോളേജ് പഠനകാലത്ത് ഒരു സുഹൃത്തുണ്ടായിരുന്നു. നല്ല അടുത്ത സുഹൃത്താണ്. അപ്പൊ ആ വിദ്വാൻ നല്ല വലിയ കാശുള്ള ആളാണ്. സായിപ്പിന്റെ മകനായിട്ടുള്ള ആളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ കാശ് ധാരാളമുണ്ട്. അന്ന് ഈ ട്രൗസറിന്റെ പോക്കറ്റിൽ നിന്ന് 100 നോട്ടുകൾ എടുക്കുന്ന ഒരു വിദ്വാനാണ്. അങ്ങനെ കാശുണ്ടാകുന്ന ഒരു വിദ്വാൻ. പക്ഷെ എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. മദ്യപാനത്തിലേക്ക് നീങ്ങി പുള്ളി. അപ്പൊ ഞാനന്ന് ഒരു വിദ്യാർത്ഥി പ്രവർത്തകനും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ള കാലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ശരിയല്ലേ, ഇത് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് വല്ലാതെ പരിധി വിട്ട് പ്രയോഗിക്കുന്നവരാണ്. അപ്പൊ പിന്നെ ഞാൻ ആ ബന്ധം അങ്ങ് വിച്ഛേദിച്ചു. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആ ബന്ധം വിച്ഛേദിച്ചത് അയാളെ കൂടുതൽ നാശത്തിലേക്ക് എത്തിച്ചു. അയാൾ വല്ലാതെ തകർന്നുപോയി. തകർന്നൊരു പൂർണ്ണമായ മദ്യപാനിയായി റോഡ് വക്കിലൊക്കെ ഇരിക്കുന്ന സൈസായിട്ട് മാറിയിരുന്നു. അപ്പൊ അത് പിന്നെ എന്നെ ഒരു കുറ്റബോധത്തിലേക്ക് നയിച്ചിരുന്നു. അത് അന്ന് ഞാൻ അങ്ങനെ വിട്ടിരുന്നില്ലെങ്കിൽ ഞാനുമായിട്ടുള്ള അടുപ്പം തുറന്നിരുന്നുവെങ്കിൽ അയാൾ മദ്യപിക്കുമായിരുന്നു. പക്ഷെ ഇതുപോലൊരു മദ്യപാനിയായിട്ട് മാറില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതാണ് എനിക്കൊരു കുറ്റബോധം തോന്നിയ ഒരു കാര്യം. മറ്റൊന്ന് കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങയുടെ ദൗർബല്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഉത്തരം? അത് എന്താണെന്ന് ഇപ്പോ ദൗർബല്യം മനസ്സിലാക്കുന്നതിലെ ആൾക്കാർ കണക്കാക്കിയത് എൻ്റെ ദൗർബല്യം എൻ്റെ മക്കളാണെന്നാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു കോളേജ് കാലത്തുള്ള ഒരാള് രാഷ്ട്രീയമായിട്ട് വിരുദ്ധ ചേരിയിലാണ്. രാവിലെ എൻ്റെ വീട്ടിൽ വരികയാണ്. എതിർചേരിയിലാണ്, ഭയങ്കര എതിരാടിയാണ്. രാവിലെ വീട്ടിൽ വരികയാണ്. എന്താ പേര് ഞാൻ പറയുന്നില്ല, എന്താന്ന് ചോദിച്ചപ്പോ ഇരിക്കുമെന്ന് പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. പറഞ്ഞ് നിങ്ങളെ നല്ല വിജയന്റെ എന്നാണ്. വിജയന്റെ മക്കളെ നേരെ ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. ആളെ പേര് പറയുന്നുണ്ട്. അത് തട്ടിക്കൊണ്ടു പോകാനാണ്. ഇയാളുടെ പ്രധാന സുഹൃത്താണ് ഈ ചെയ്യുന്നത്. ഈ പ്രധാന സുഹൃത്താണ് ഇത് പ്ലാൻ ഇട്ടിട്ടത്. അപ്പൊ ആ സുഹൃത്തിനോട് ഇയാൾ പറഞ്ഞു, പിന്നെ അത് ചെയ്യാൻ പാടില്ല, അതൊക്കെ പിന്നെ നാട് കത്തും, അന്ന് അങ്ങനെ ഒരു വഴിക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവനായതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ നടന്നേക്കാം. അപ്പൊ ഞാൻ ചിരിച്ചു. അല്ല, നിങ്ങൾ ചിരിക്കുക ചെയ്യാന്ന് എനിക്കറിയാം, എന്നാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് ശ്രദ്ധിക്കാനാണ്? ഞാൻ എന്ത് ശ്രദ്ധിക്കും? ഭാര്യയോട് പറയാൻ പറ്റും? പറഞ്ഞാൽ പിന്നെ പിന്നെയുള്ള അവസ്ഥ എന്താണ്? ഈ കുട്ടികളോട് പറയാൻ പറ്റും? അത് പിന്നെ വരുന്നിടത്ത് കാണാൻ നോക്കല് മാത്രമേ പറ്റൂ. അപ്പോ ദൗർബല്യം എന്നുള്ളത് മറ്റുള്ളവരാണല്ലോ വിലയിരുത്തുന്നത്. അങ്ങനെ കണ്ടത് കുട്ടികളാണ് ദൗർബല്യം എന്നുള്ള മട്ടിലാണ്. സംഭവ ബഹുലമായ ജീവിതമാണ് അങ്ങ് കടന്നു പോകുന്നത്. എപ്പോഴെങ്കിലും തളർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലും അങ്ങനെ തളർന്നു പോയിട്ടില്ല. കാരണം തളരാൻ വേണ്ടിയുള്ള തളർത്താൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഘട്ടത്തിലൊക്കെ എൻ്റെ വിശ്വാസം പാർട്ടിയിലാണല്ലോ, പാർട്ടിയോടാണല്ലോ എൻ്റെ ഏറ്റവും വലിയ കൂറ്. അപ്പോൾ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഒരു കരുത്തോടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനൊപ്പം ഏകാന്തതയും നമ്മെ വലയം ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഏകാന്തത അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെയില്ല, ഏകാന്തത എന്ന തരത്തിലേക്കില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് പോലെ ആളുകളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും കൂടിയിരിക്കാനും
സമയം ചെലവഴിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടമില്ലേ, ഓരോ ഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിർവഹിക്കലാണ് പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ നിയോഗമില്ലേ, ഇന്നത് ചെയ്യാ എന്നൊരു നിയോഗത്തിലേക്ക് വന്നാൽ അത് ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ സമയം അതിനു വേണ്ടി പൂർണ്ണമായിട്ട് അർപ്പണബോധത്തോടെ ചെയ്യുക. നമുക്ക് അതിന്റെ ഭാഗമായിട്ട് സമയം കിട്ടുമെങ്കിൽ മാത്രം ആ സമയം ഉപയോഗിക്കുക. ആ നിലയാണ് ഞാൻ സ്വീകരിച്ചു പോകുന്നത്. ഒരു വല്ലാത്ത ഏകാന്തത അങ്ങനെ അനുഭവപ്പെടാറില്ല. പിന്നെ ഏകാന്തമായി പോയി, ഒറ്റക്കായി പോയി എന്നൊരു തോന്നലും എനിക്കൊരു ഘട്ടത്തിൽ ഉണ്ടാകാറില്ല. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാൽ അതിലൊരു വിഷമം ഉണ്ടാകാറുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാകാറില്ല. നമ്മുടെ പാട്ടിന്റെ കാര്യം ഓർമ്മയിലുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കാം. അങ്ങയുടെ തിരക്കുകൾ ഞങ്ങൾക്കറിയാം. ഒരു ദിവസത്തേക്ക് അങ്ങേ ആരും തിരിച്ചറിയില്ലെന്നും മുഖ്യമന്ത്രി അല്ലെന്നും കരുതുക. കേരളത്തിലെ ഏത് സ്ഥലത്ത് പോയി സമാധാനമായിരുന്ന് ഒരു ചായ കുടിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അല്ല, അത് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എൻ്റെ വീട് തന്നെയാണല്ലോ. അവിടെ പോയിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. അതൊരു മറ്റു തരത്തിൽ ബാധിക്കുന്ന കാര്യമല്ല. ഈ വലിയ തിരക്കുകൾ കഴിഞ്ഞിട്ട് എങ്ങനെ പോയിരിക്കും എന്നുള്ളത് അതൊരു വിഷയമേ അല്ല. അത് നല്ല നിലക്ക് പോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ആർക്കും അറിയാത്ത ഭരിത പ്രിയനായ ശ്രീ പിണറായി വിജയൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഭരിതം പറയാ അല്ലെങ്കിൽ ആസ്വദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്? ഫലിതമായിട്ട് എൻ്റെ അടുത്തൊന്നും അധികം വരാറുണ്ടോ എന്നറിയില്ല. എന്നാൽ ഫലിതം ആസ്വദിക്കാറുണ്ട്. നല്ല നിലക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുമ്പം പല ഫലിതങ്ങളും പറയല്ലോ, അതൊക്കെ നല്ല നിലക്ക് ആസ്വദിക്കാറുണ്ട്. ഏത് വിഷമഘട്ടത്തിലും അങ്ങേക്ക് മാറാത്ത ചിട്ടകളുണ്ട്? അതായത് ശരി തെറ്റ് അങ്ങനെ യെസ് ഓർ നോ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏത് വിഷമഘട്ടത്തിൽ അത് മാറില്ല. അതൊരു ജീവിത രീതി തന്നെയാണ്. അതൊരു എൻ്റെ ഒരു ശൈലിയായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അത് ആ നിലക്ക് തന്നെ തുടരാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം എന്താണ് സാറിന്റെ? അല്ലെങ്കിൽ ആരാണ്? അല്ല, അതില് ഓരോ ഘട്ടത്തിലുണ്ടാകുന്നതാണല്ലോ. ആദ്യ ഘട്ടത്തില് ഇപ്പോ AKG ആയിരുന്നു വലിയ ഒരു പ്രചോദന ശക്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹമായിട്ട് നല്ല ബന്ധത്തിലായി, നല്ല ബന്ധങ്ങൾ വന്നു. അങ്ങനെ പാർട്ടിയിൽ തന്നെ നല്ല നിലയിൽ ബന്ധപ്പെടുന്ന നില വന്നു. പിന്നെ അവരൊക്കെ ഒരു അധികായന്മാരാണല്ലോ. AKG EMS എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അധികായന്മാരാണ്. അവരൊക്കെ ഒരു റോൾ മോഡൽസ് ആയിരുന്നു. അതിനോടൊക്കെ നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. ഈ പ്രളയവും കോവിഡും പോലുള്ള മഹാദുരന്തങ്ങൾ വന്നപ്പോൾ കേരളം ശ്രദ്ധിച്ചത് അങ്ങയുടെ വാക്കുകൾ ആയിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഉള്ളിൽ ആദ്യമായി കഴിഞ്ഞ ജനങ്ങളിൽ ഇത്രയധികം ആത്മവിശ്വാസം പകരാൻ അങ്ങേക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? ഇത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്ന കാര്യമല്ല. എന്നില് പ്രത്യേകമായ എന്തെങ്കിലും ഒരു കഴിവ് അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാനൊരു സാധാരണക്കാരൻ, ഒരു സാധാരണ നിലയിൽ ഉള്ളൊരു ആളെന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മറ്റു തരത്തിലെടുത്താൽ പല സമുന്നത വ്യക്തികൾക്കുള്ള തരത്തിലുള്ള വലിയ ഉയർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ഭൗതിക ശേഷി അതൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. ഒരു സാധാരണക്കാരനെന്ന മട്ടിൽ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും പ്രായോഗികമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ വിഷമം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു സാധാരണക്കാരനായി നിൽക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അത് അങ്ങേക്ക് സാധിച്ചു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവരുടെ ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനങ്ങളോട് പറയുക. അപ്പൊ അത് ജനങ്ങള് നല്ല നിലക്ക് എടുത്തല്ലോ. അത്ര നല്ല മനസ്സോടെയാണ് സ്വീകരിച്ചത്. ഇപ്പം സാധാരണ നിലക്ക് ആ ഘട്ടത്തില് നമ്മൾ മനുഷ്യരുടെ കാര്യം പറയും. ആ ഘട്ടത്തിൽ ഞാൻ ഒരു ദിവസം പറഞ്ഞു, നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങളോട് പറയായിരുന്നല്ലോ. നമ്മുടെ കുടുംബത്തിൽ പറയുന്ന പോലെ ജനങ്ങളോട് പറയുന്ന നിലയായിരുന്നു ഞാൻ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു ഒരു ദിവസം, പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഭക്ഷണം കിട്ടാത്ത പട്ടികള്, മറ്റ് മൃഗങ്ങള്, കുരങ്ങന്മാര് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കണം ഈ സമയത്ത്. അത് വലിയ തോതിൽ സ്വീകരിച്ചല്ലോ ആളുകൾ. അതിലൊക്കെയാണ് നമുക്ക് വലിയ സന്തോഷം തോന്നുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഉടനെ അതിന് പ്രതികരണം ഉണ്ടായി. അതേപോലെ തന്നെ കാർഷിക രംഗം, ഇത് നമുക്ക് വലിയ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു പോകുമെന്ന് ശങ്കിക്കണം. കാരണം കോവിഡ് എത്രയാ നീണ്ടു നിൽക്കാന്ന് അറിയില്ലാലും വല്ലാത്ത പ്രയാസം വന്നാൽ നമ്മൾ ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകുമെന്നുള്ള ശങ്കയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടുപറമ്പിൽ ആവശ്യമായ കൃഷി ചെയ്യണമെന്നൊരു ദിവസം പറഞ്ഞു. അത് പറഞ്ഞ് കേൾക്കേണ്ട താമസം ചിലര് ഉടനെ മൺവെട്ടിയൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യാൻ പുറപ്പെട്ടല്ലോ. അതൊക്കെ ഒരു നല്ല ആവേശകരമായ കാര്യമല്ലേ.
അപ്പൊ അന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് ഫുട്ബോൾ വളരെ ഇഷ്ടമാണ്. സാറ് ചെറുപ്പകാലത്ത് ഫുട്ബോൾ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഫുട്ബോൾ മാച്ച് ഇപ്പൊ ഒരു വേൾഡ് കപ്പ് വരികയാണ്, അങ്ങ് കാണാറുണ്ടോ? അങ്ങേക്ക് പ്രത്യേക താല്പര്യമുള്ള ഏതെങ്കിലും കളിക്കാരുണ്ടോ? അത്യാവശ്യം ഞാൻ കാണാറുണ്ട്, അത്യാവശ്യം കാണാറുണ്ട്. ചില കളികൾ നല്ല നിലക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങാൻ പോവാണ്. അതെ, പക്ഷെ ഇത് നമ്മുടെ സമയമായിട്ട് ഒത്തുവരാത്തത് കൊണ്ട്. ജൂലൈയിലാണ്. അതെ, അല്ല, സമയം ഒത്തുവരാറില്ല പലപ്പോഴും. അപ്പൊ ഉറക്കൊഴിഞ്ഞ് കാണുക എന്നുള്ളത് ഇപ്പൊ ഞാൻ അങ്ങനെ മെനക്കെടാറില്ല. അല്ല, ഈ ഇപ്പൊ അർജന്റീന അല്ലെങ്കിൽ മെസ്സി അങ്ങനെ ആ സമയത്ത് അവരോടൊക്കെ ചായ്വ് കാട്ടിയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ അങ്ങ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല, അവരൊക്കെ നല്ല കളിക്കാരായിട്ട് തന്നെ കാണുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ചിലർ അവരെ ജയിക്കാൻ പാടുന്ന നില എടുക്കാറുണ്ട്. അങ്ങനെ ഒരു നില ഞാൻ എടുക്കാറില്ല. പക്ഷെ അവരെയൊക്കെ നല്ല കളിക്കാരായിട്ട് തന്നെ കാണുകയാണ്. എപ്പോഴും അങ്ങ് ഊർജ്ജസ്വലനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് അങ്ങ് പുലർത്തുന്ന എന്തെങ്കിലും പ്രത്യേക ശീലങ്ങളുണ്ടോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതില് സാധാരണ എൻ്റെതായ ഒരു മിനിമം വ്യായാമം രാവിലെ ഞാൻ ചെയ്യും, ചെറിയ തോതിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണക്രമം, നേരത്തെ ധാരാളം ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇപ്പൊ അതിനൊരു ക്രമം പാലിച്ചിട്ടുണ്ട്. ആ ക്രമം തുറന്നു പോവുകയാണ്. വലിയ തോതിൽ ഭക്ഷണം കഴിക്കാത്ത ഒരു രീതിയാണ് ഇപ്പൊ സ്വീകരിക്കുന്നത്. അത് നല്ല നിലക്ക് തുടരാൻ പറ്റുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മൾ അധിക ഭക്ഷണം കഴിക്കുമ്പോൾ അധിക ഭക്ഷണം കഴിക്കണമെന്ന് സ്ഥിരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കും. അത് ക്രമീകരിച്ചാൽ പിന്നെ പ്രയാസമില്ല. അത്രയും ഭക്ഷണം മതി നമുക്ക് എന്നൊരു നില. അതിലിപ്പോ നല്ല സംതൃപ്തി തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങ് കുട്ടികളുമായിട്ട് നടത്തിയ ഒരു മുഖാമുഖം പരിപാടിയിൽ ഞാനത് കാണുകയുണ്ടായി. അങ്ങയുടെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ അനുഭവം പിണറായി വിജയൻ എന്ന വ്യക്തിയെയും രാഷ്ട്രീയ പ്രവർത്തകനെയും രൂപീകരിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? തീർച്ചയായും. അത് അന്നും ആ വിഷമഘട്ടത്തിലും ഒരു വലിയ അഭിമാനബോധം നിലനിർത്താൻ കഴിഞ്ഞു. അത് ആരുടെയും മുമ്പിൽ കൈനീട്ടാതിരിക്കുക, തെറ്റായ ഒരു കാര്യവും ചെയ്യാതിരിക്കുക, അങ്ങനെയൊരു നിലപാട് അന്നേ സ്വീകരിച്ചിരുന്നു. അതിനിടയാക്കിയത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരു ദിവസം തലശ്ശേരിക്ക് പോകാൻ കാശില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഒരാള് കയ്യിൽ നിന്ന് വായ്പ വാങ്ങി. അപ്പൊ തലശ്ശേരി എത്തി വർത്താനം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ 25 പൈസ വായ്പ വാങ്ങിയിട്ടാ വന്നിരുന്നു. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന അന്നത്തെ ഒരു പാർട്ടി നേതാവുണ്ട്, അരിയാക്കണ്ടി അച്ഛൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാള് കേട്ടപ്പോ തന്നെ ഒരു ആട്ട ആദ്യം തന്ന്, നിനക്ക് എവിടുന്നടാ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും? നീ മേലിൽ ഒരാളുടെ വായ്പ വാങ്ങരുത് കേട്ടോ. എനിക്ക് തലശ്ശേരി പോകണമെങ്കിൽ എനിക്ക് തലശ്ശേരി പോകണം, ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞിട്ട് ആ പൈസ വാങ്ങുക. അതിനപ്പുറം വാങ്ങണ്ട. ആ പൈസയും കൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് പോരുക എന്നല്ലാതെ നീ ഇനി വായ്പ വാങ്ങാൻ പാടില്ല ആരോടും. അത് എനിക്ക് വലിയൊരു പാടായി. പിന്നീട് ഒരു വായ്പ ആരുടെക്കൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. അത് പിന്നെ എന്താണോ ആവശ്യം, പാർട്ടിയുടെ ആവശ്യത്തിന് പോവുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ പൈസയില്ല, അത് ആ ആവശ്യം പറഞ്ഞിട്ട് പൈസ വാങ്ങുന്നതിൽ തെറ്റില്ല. അതിന് മാത്രം അത് നിറവേറ്റുക. ആ നിലയാണ് പിന്നീട് സ്വീകരിച്ചു വന്നത്. ചില കാര്യങ്ങള് ഇത്തരം ചില ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കൊരു വലിയ പാഠമായിട്ട് മാറും. അതാണ് വന്ന് മാറിയത്. രാഷ്ട്രീയം കഴിഞ്ഞാൽ അങ്ങേക്ക് ഇഷ്ടമുള്ള മേഖലകൾ ഏതൊക്കെയാണ്? രാഷ്ട്രീയമാണല്ലോ ഫുള്ള്. അതേസമയം പിന്നെ മറ്റ് കലാപരിപാടികളൊക്കെ കാണുന്നതിന് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഞാൻ സാധാരണ കാണാറുണ്ട്, നല്ല രീതിയിൽ ആസ്വദിക്കാറുണ്ട്. പിണറായിയിൽ ജനിച്ച വിജയൻ സഖാവ് എന്നല്ലാതെ വീട്ടുകാരും ബന്ധുക്കളും മാത്രം വിളിക്കുന്ന എന്തെങ്കിലും വിളിപ്പേര് ഉണ്ടായിരുന്നോ? ഇല്ല, നേരത്തെ ഇല്ല. പക്ഷെ എനിക്കൊരു പേര് പിന്നെ എൻ്റെ ഒരു അധ്യാപകൻ ഇട്ടിരുന്നു. അന്നത്തെ അധ്യാപകർ വളരെ പ്രത്യേകതയാണല്ലോ, കുട്ടികളെ വല്ലാതെ ഉൾക്കൊള്ളുന്നവരാണ്. അതെ, അല്ല, ഇന്നും അധ്യാപകർ അങ്ങനെ തന്നെ. അപ്പോ അദ്ദേഹം ഇട്ട പേര് മുഖ്യസ്ഥൻ. അത് ശരി. അപ്പൊ അതൊരു തിരിപ്പേരായിട്ട് ചിലർ വിളിക്കുമായിരുന്നു, മുഖ്യസ്ഥൻ എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം സ്കൂൾ കാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്, പിണറായിയിലെ വീട്ടുമുറ്റത്ത് ഓടിക്കളിച്ചിരുന്ന വിജയൻ എന്ന ബാലന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഇപ്പോഴും ഗ്രാമീണമായിട്ടുള്ള പല സ്വഭാവങ്ങളും വെച്ച് പുലർത്തുന്ന ഒരാള്, അതിന്റെ എല്ലാ പരിമിതികളോടും കൂടി ഇത്രയും ഉന്നതമായ സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് അത് എൻ്റെ പാർട്ടിയുടെ പിന്തുണ കൊണ്ടാണ്. പാർട്ടിയാണ് എന്നിൽ
മുഴുവൻ വിശ്വാസവും അർപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ആയി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഉന്നതമായ സ്ഥാനം വഹിക്കാൻ പ്രാപ്തനാണോ ഞാൻ എന്നത് എല്ലാ ഘട്ടത്തിലും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നിർവഹിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത്. ആ നിലക്ക് നിർവഹിക്കും.